ഉണ്ണി ഉണ്ണി ഡാ എന്റെ ടിക്കറ്റ് നാളെ തന്നെ ഓക്കെ ആക്കണം. എനിക്ക് നാളെ പോണം. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അങ്ങനെ ചെയ്യാം. അല്ല മോനെ, നീ നാളെ തന്നെ പോവാന്ന് പറയുമ്പോ കുഞ്ഞിന്റെ കാര്യം എങ്ങനാ? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ പ്രസവിപ്പിക്കാനും വളർത്താനും ഒക്കെ ധൃതി. അപ്പൊ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാ മതി. എന്താടാ? അത് ഒന്നുമില്ല ചായ. എന്താ ശ്വേത, എന്താ കാര്യം? അത് ഇന്നലെ പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലാന്ന്. ചോദിക്കുന്നത് തെറ്റാണെ ക്ഷമിക്കണം. അങ്ങനാണെ ഞങ്ങൾ വളർത്തിക്കോട്ടെ അവളെ, ഞങ്ങളുടെ മോളായിട്ട്. ഈ ചായൻ ശരിക്കും ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്നെടുക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ അത്. അവളെ അവർക്ക് കൊടുക്കാൻ എനിക്കങ്ങനെ ഏറെയൊന്നും ആലോചിക്കാനില്ലായിരുന്നു. നാട്ടിലെത്തി പിറ്റേന്ന് തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ചെൻ്റെ സമ്മതം അറിയിച്ചു. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എമ്മിയുടെ ജീവനെടുത്ത് വന്ന ക്ഷണിക്കപ്പെടാത്തൊരതിഥിയായിരുന്നു എനിക്ക് ആ കുഞ്ഞ്. പക്ഷെ ഇന്ന് ചെയ്തു പോയ വലിയ തെറ്റിനെ ഓർത്ത് ഞാൻ എന്നോട് തന്നെ ഓരോ ദിവസവും കുമ്പസരിക്കുക. ശ്രീക്ക് ഉള്ളിൽ ആ കുറ്റബോധം ഉള്ളതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചെന്ന് പോലും എനിക്കിവിടെ ആരോടും ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കറിയണം അവൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്നെങ്കിൽ. ഈ ചായ, ഞങ്ങൾ ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിക്കുക. അങ്ങനെ അധിക ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊരു ചേഞ്ചും ആവേ. ആ, അത് നന്നായി. അപ്പോൾ എങ്ങനെയാ ചായൻ്റെ പ്ലാൻസ്? ഐ മീൻ മടക്കം. ഞാൻ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങളെ ഇങ്ങനൊരവസ്ഥയിൽ വിട്ടിട്ട്. വരട്ടെ, സമയമുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെ? നീ എണീക്കണ്ട, ഞാൻ നോക്കാം. Mr. and Mrs. Poten? Please be seated. We
understand this is a very tough time for you, but we appreciate if you'd answer a few questions for us. Please go ahead. Mrs. Potton, we would like you to go through this list and tell us if your daughter has any friends or acquaintances that we are yet to know about. Sure. What about the van? Excuse me? The van in which they took her. Have you found it? And you are? ദാറ്റ്സ് ആഡം, മൈ ബ്രദർ. Mr. Adam, this is a police investigation in progress. We will let you know as soon as we know the whereabouts of the vehicle. Is that a no, man? ഇച്ചായ പ്ലീസ്, ഐ എം സോറി. നീ എന്തിനാണ് നീ പേടിക്കുന്നത്? സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇവരിപ്പോഴും 7 വയസ്സുള്ള കുഞ്ഞിന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുക. You still haven't answered my question. Right. Mr. and Mrs. Poten, we're thoroughly within our rights to have you summoned down to the police station for this. Thought we played the Good Samaritan, but obviously, this isn't working out well. 10 a.m. tomorrow at the North Bank Police Station, and this time for your sake. I hope you do not have company. ഇച്ചായൻ അവരോട് ഈ പെരുമാറിയത് ഒട്ടും ശരിയായില്ല. നാളെ ഞങ്ങളാ ഇതിന്റെ പേര് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എടാ, നീ കേട്ടില്ലേ അവർ ഓരോ ചോദ്യങ്ങൾ? അവരിപ്പോഴും കുഞ്ഞിന്റെ അതൊക്കെ ഇച്ചായന്റെ തോന്നല. നമ്മുടെ നാട്ടിലെ പോലീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ല ഇവിടുത്തെ പോലീസിൻ്റെത്. ഇച്ചായൻ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അവര് ഞങ്ങളെ കാണാൻ ഇവിടെ വന്നത്. അവിടെ കയറി അഭിപ്രായം പറയാൻ പോയിട്ട് ഈ റൂമിൽ ഇച്ചായന്റെ പ്രസൻസ് പോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഇച്ചായൻ ഇവിടെയുള്ള ഞങ്ങൾക്കിപ്പോ ആശ്വാസത്തേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറും തരുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഏതാണ്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാ. ചില സമയത്ത് ഇച്ചായന്റെ നോട്ടവും ഭാവമൊക്കെ. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലേ. പിന്നെ എന്റെ ഭാഗത്തു നിങ്ങൾക്ക് എപ്പോഴേലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഐ എം സോറി. നാട്ടിലേക്കുള്ള എൻ്റെ ഓപ്പൺ ഐറ്റനറിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ഡേറ്റിന് നീ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഹലോ, ഇച്ചായൻ എവിടെ? ഞാൻ പുറത്താടാ. ആ പിന്നെ ശ്വേതക്ക് ചെറിയൊരു തലകറക്കം. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ. എന്തു പറ്റി? അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചായ. BP വല്ലതും ഷൂട്ടപ്പ് ചെയ്തായിരിക്കും. പിന്നെ അതുപോലെ ഇച്ചായൻ്റെ ടിക്കറ്റ് നാളത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതെൻ്റെ റൂമിലെ ടേബിൾ ഡ്രോയറിലുണ്ട്. ഞങ്ങൾ വരാൻ ചിലപ്പം വൈകും. അതുകൊണ്ട് ഇച്ചായൻ കഴിച്ചു കിടന്നു. ഞാൻ കിടക്കൊന്നുമില്ല. നീ ഡോക്ടറെ കണ്ടാലോടം വിളിക്കണം കേട്ടോ. ഇച്ചാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്താ വിളിക്കാഞ്ഞ്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇച്ചായ. ഞാൻ പറഞ്ഞില്ലേ BP അവൻ കയറിയൊന്ന് കൊളുത്തിയതാ. അയ്യോ ഓക്കേനാ?
എന്നാ ഇച്ചായൻ പോയി കിടന്നു. ടിക്കറ്റ് കണ്ടില്ലേ? നാളെ രാവിലെ 10 മണിക്ക് ഗ്ലാസ്ഗോയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഒരു 6 മണിക്കേലും ഇറങ്ങണം. ഗുഡ് നൈറ്റ്. ഞാൻ നാളെ പോകുന്നില്ല ഉണ്ണി. എനിക്കറിയണം ഇളയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ അമ്മച്ചി ആര് എന്തിനു കൊന്നുവന്ന്. അതിപ്പോൾ ഇച്ചായനെ മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വളരെ ഇൻ്റലിജൻറ്റാണ്. എത്രയും പെട്ടെന്ന് അവർക്കിതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന എൻ്റെ പ്രതീക്ഷ. ആയിക്കോട്ടെ, വളരെ നല്ലത്. എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നവരെ ഞാൻ ഈ നാട്ടിൽ തുടരാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ് എന്ന പോലെ അമ്മച്ചിയുടെ ഇളയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ കഴിയുന്ന എനിക്കൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടോട്ടിലും ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇച്ചാൻ എന്തൊക്കെയായി പറയുന്നേ? അതുകൊണ്ട് എനിക്കിതുവരെ മനസ്സിലായില്ലേ? ഇച്ചായൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ ഈ സംസാരിക്കുന്നത്. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നൊന്നും ഞാനല്ലല്ലോ ശ്വേത, നീയും ഇവനുമൊക്കെ അല്ലേ? അല്ലേ പിന്നെ റോയൽ എഡിൻബറ ഹോസ്പിറ്റലിൻ്റെ CT സ്കാൻ റിപ്പോർട്ട് എൻ്റെ എയർ ടിക്കറ്റിൻ്റെ ചോട്ടി തിരികെ വെച്ചിട്ടായിരിക്കില്ലല്ലോ നീ പ്രഗ്നൻ്റ് ആണെന്ന വിവരം എന്നെ അറിയിക്കുക. ഇല്ല ചായ, ഈ ഒരു സിറ്റുവേഷനിൽ ഇച്ചായനോട് പറയാനൊരു മടി. അതുകൊണ്ടാണ്. മരിക്കുന്നവരെ നമ്മുടെ അമ്മച്ചി വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു അല്ലടാ. ഏതായാലും ഉടൻ സ്കോട്ട്ലൻഡ് വിടുന്നില്ല എന്നെൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. അതുപോലെ നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണെന്നുള്ള തീരുമാനത്തിനും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡിൻ്റെയും ഒരു സൗന്ദര്യമല്ല ഈ നാടിനുള്ളതെന്ന്. ഒരുതരം മിസ്റ്റിക് ബ്യൂട്ടി. ആ JK റോളിംഗ് ഇവിടെ താമസിച്ചുകൊണ്ട് ഹാരി പോട്ടർ എഴുതിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസസിൻ്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? എനിക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമ്പർ ഓഫ് കേസസ് കമ്പാരിറ്റീവ്ലി ഒട്ടും കുറവല്ല. നീ എത്ര നിർബന്ധം പറഞ്ഞോണ്ടാ കുറെ പാടുപെട്ടു ഇപ്പം ഇത് കിട്ടാൻ. ആദം, കേറി വാ. നിനക്ക് ഇവിടുന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? അതിനാ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴും നീ പറഞ്ഞ റൂട്ടാ ശരി. നമുക്ക് ആദ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസുകളുടെ ഹിസ്റ്ററി ഒന്ന് അറിയണം. വേണം. അതിനെന്തൊരു വഴി? വഴിയൊക്കെ ഉണ്ട്. CPRC ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ റിസർച്ച് സെൻറ്റർ. അവരെടുത്ത് എൻ്റെ ഫുൾ ഡാറ്റാബേസ് കാണും. നമ്മുടെ ചർച്ചിൽ വരുന്ന ജോർജാൻ്റെ മൂത്ത മോൻ CPRCയിലെ റിസർച്ച് സ്കോളറാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ആളെ നേരിട്ട് പരിചയമില്ല. അയാൾ പ്രൊട്ടസ്റ്റൻ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഇടവേഗലൊന്നും അങ്ങനെ വരാറില്ല. ഫ്രം 2012 till now സ്കോട്ട്ലൻഡിലാകെ ഏതാണ്ട് 87 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 38 എണ്ണം ഇവിടെ എഡിൻബറോയിൽ നിന്നാണ്. 3-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ കാര്യം ഞാനീ പറയുന്നു. അതിൽ തന്നെ 70% പെൺകുട്ടികളാണ്. എന്തായിരുന്നു ഈ കേസുകളുടെയൊക്കെ കൺക്ലൂഷൻ? കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് വറീഡ് ആവരുത്. There is no conclusion for around 46 cases. Those children are still known as the missing kids. ഇത്തരം കേസുകളുടെ മോട്ടീവ്സ് പറയുകയാണെങ്കിൽ നിരവധിയാണ്.
ഓർഗൻ ട്രാഫിക്കിംഗ്, പിഡോഫിലിയ, ഇൻഹൗസ് അബ്യൂസസ് അങ്ങനെ തുടങ്ങി ഡെവിൾ സാത്താനിക് വർഷിപ്പേഴ്സ് വരെ അവരുടെ കർമ്മങ്ങൾക്കായി ഇവിടെ കുട്ടികളെ തട്ടിയെടുക്കാറുണ്ട്. പക്ഷേ ഓരോ മോട്ടീവ്സിനും ഓരോ സ്വഭാവമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓർഗൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയാണ് കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതെങ്കിൽ വിത്തിൻ 5 to 10 days കുട്ടിയുടെ ബോഡി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ഇനി പിഡോഫിലിയ കേസസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയാണ് കുട്ടിയെ തട്ടിയെടുത്തതെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ ജീവനോടെയോ അല്ലാതെയോ കുട്ടിയെ ഉപേക്ഷിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് മാസുകാരുടെ, അതായത് സാത്താൻ ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ കാര്യം. പക്ഷേ കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇത്തരം 3 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 3ഉം 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ, അതും ജൂത പെൺകുട്ടികൾ. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയജനമെന്നാണല്ലോ ജൂതന്മാരെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ പീഡിപ്പിച്ച് സാത്താനെ സന്തോഷിപ്പിക്കുന്നതാവാം ഉദ്ദേശം. വട്ട്, അല്ലാതെന്താ? ഈ ജ്യൂസ് എന്നൊരു ക്രൈറ്റീരിയ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പോസിബിലിറ്റി മാത്രം ഈ സ്റ്റേജിലെ അങ്ങ് തള്ളിക്കളയാം, അല്ലേ? സംഭവം നടന്നിട്ടിന്ന് 6ാം ദിവസമല്ലേ? ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് അങ്ങോട്ട് കയറി ഒന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. നിങ്ങളാരും കുട്ടിയുടെ പേരൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിട്ടു പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാറില്ല. ജെയ്സൺ ഈ പറഞ്ഞത് വെറും പോസിബിലിറ്റീസ് മാത്രമാണ്. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. കൃത്യമായ പോസിബിലിറ്റീസ് അല്ലേ സിറിയക്ക് നമ്മളെയൊക്കെ ഈ ഘട്ടത്തിൽ നയിക്കുന്നത്? എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എത്രയൊക്കെ എഫിഷ്യൻ്റാണ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ഈ ക്രൈമിന് പിന്നിലുള്ളവരെ അവരൊരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ബിക്കോസ് ദേ ആർ സെർച്ചിങ് എവ്രിവെയർ എക്സെപ്റ്റ് ദ റൈറ്റ് പ്ലേസ്. എന്ന് വെച്ചാൽ ഇവിടെ പോലീസിനറിയോ ഇള ഉണ്ണിയുടെയും ശ്വേതയുടെയും മകളല്ല എന്ന്? അല്ല, അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? കുറച്ചു മുമ്പ് ജെയ്സൺ പറഞ്ഞില്ലേ, കുട്ടി ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ കയ്യിൽ പെട്ടേക്കാമെന്ന സാധ്യത തള്ളിക്കളയാമെന്ന്. കാരണം അവർക്ക് വേണ്ടത് 10 വയസ്സിന് താഴെയുള്ള ജൂത പെൺകുട്ടികളെയാണെന്ന്. എൻ്റെ മകൾ പാതി ജൂതയാണ് സിറിയക്ക്. ബിക്കോസ് ഹർ മദർ വാസ് എ ജൂ. ഞാനോ ഉണ്ണിയോ ശ്വേതയോ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ വിവരം ഷെയർ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ജെയ്സനെ പോലെ അവരും ഈ പോസിബിലിറ്റി അങ്ങ് ഇഗ്നോർ ചെയ്യും, അല്ലേ? എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന്, എൻ്റെ അമ്മയെ ആരാ കൊന്നെന്നും ഒക്കെ അറിയേണ്ടത് ഇപ്പൊ എൻ്റെ മാത്രം ആവശ്യമാണോ സിറിയക്ക്? കോഫി? ഓ വേണ്ട, വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയില്ല. നാട്ടിൽ നിന്ന് അമ്മച്ചി വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു. എന്തു പറ്റി? അമ്മച്ചി നീതും തമ്മിൽ വീണ്ടും പ്രശ്നമായോ? ഇതൊന്നുമല്ല, നമ്മുടെ കാര്യം തന്നെ. ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ച ട്രാജഡിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഒരേ നിർബന്ധം. ഒന്ന് അത്തറ്റം വരെ പോയി ഉണ്ണിയെ ശ്വേത ഉടനെ കാണണമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നൊക്കെ. ഉമ്മ എന്ന് പറയേണ്ടടുത്ത് ഒലക്കാന്ന് പറയുന്ന അമ്മച്ചിയുടെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് ഞാനതൊട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ നിർബന്ധം സഹിക്കാതായപ്പോൾ എനിക്ക് ഇന്നലെ വൈകിട്ട് അമ്മച്ചി അവിടെ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ മുതലാണ് എൻ്റെ ഈ സ്വസ്ഥതക്കേട് തുടങ്ങുന്നത്. ഓരോരുത്തർക്കും തമ്പുരാൻ എന്തൊക്കെയാ നിരീക്ഷിച്ച് വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. എന്നാലും ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. മക്കള് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. മോള് നോക്കിക്കോ, ഇത് ചെയ്ത കഴിവറട മക്കളെ കോണം പിടിക്കുകയല്ല. തീമഴയായിരിക്കും ദൈവം തമ്പുരാൻ അവരുടെ ദേഹത്ത് വീഴിക്കുക. തീമഴ. ശ്വേത, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. ദേ ഉണ്ണി, ഇവിടെ നിർബന്ധിച്ച് കഴിപ്പിച്ചോണം കേട്ടോ. ഡെയ്സി എന്നാ പോകുന്നേ? നാളെയല്ലേ? അല്ല, നാളെ കഴിഞ്ഞ്. ഡെയ്സി നാട്ടിൽ പോവാന്നോ? ഓ, ഒരാഴ്ചത്തേക്ക്. അത് ഞാൻ ഒറ്റയ്ക്ക്. ഒരു ഫാമിലി ഫംഗ്ഷൻ. ആവുന്ന പറഞ്ഞതാ, ഞാൻ ചെല്ലുന്നില്ലെന്ന്. പേരൻസ് സമ്മതിക്കുന്നില്ലെന്നേ. ഈ കൊച്ചേതാടാ സിറിയൊക്കെ? ശ്വേതക്കൊപ്പം വർക്ക് ചെയ്യുന്ന അമ്മച്ചി, ഡെയ്സി.
ഇവിടെ അടുത്ത താമസം. ആഹാ, ഞാൻ ഇവൻ്റെ അമ്മച്ചിയാ. നാട്ടിലെവിടാ? പറഞ്ഞാൽ അമ്മച്ചിയെ അറിയലായിരിക്കും. പെണ്ണുക്കര എന്ന് പറയും, തെക്ക. അയ്യോടി, പെണ്ണുക്കര എന്ന് പറഞ്ഞാൽ ഇത്ര അറിയാതിരിക്കാൻ എന്തുവാ? എൻ്റെ അമ്മ വീട് അവിടെ വച്ചേ, മേക്കറ്റൂര്. കേട്ടിട്ടുണ്ടോ? ഓ, ചെറുപ്പത്തിൽ ഞാൻ എന്തോരം തവണ അവിടെ വന്ന് നിന്നിട്ടുള്ളതാ. അതിരിക്കട്ടെ, കൊച്ചവിടെ എവിടത്തെയാ? എനിക്കവിടെ ഒരുമാതിരിപ്പെട്ട വീടുകളൊക്കെ അറിയാം. എവിടത്തെയാ? അത് കാളിയന്തല എന്നാ വീട്ടുപേര്. കാളിയന്തല എന്ന് പറയുമ്പോൾ കാളിയന്തല കിഴക്കോ പടിഞ്ഞാറ്റോ? കിഴക്ക്. എന്ന് വെച്ചാ കറുത്തച്ഛൻ ഊട്ടുന്നവര് ഇല്ലയോ? അല്ല, ഞങ്ങളാരും കറുത്തച്ഛനും വെളുത്തച്ഛനും ഒന്നും ഊട്ടാറില്ല. ശ്വേത ബൈ. സിറിയക്ക് ബൈ. അമ്മച്ചി ഒരെണ്ണം അടിക്കുന്നോ? നല്ല ബീഫ് വലത്തിയതുണ്ട്. ദേ സിറിയൊക്കെ, നീ ഇതൊക്കെ നിർത്തി പിള്ളേരെ നീതുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരുന്നേ. കണ്ടില്ലയോ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന അനർത്ഥങ്ങൾ? ആ ആ അത് പറഞ്ഞപ്പോഴോ ഓർത്തെ. അമ്മച്ചി ഇന്ന് ഏതാണ്ടും പറഞ്ഞാൽ ഡെയ്സി വെറുപ്പിക്കുന്ന കേട്ടല്ലോ. ഏതോ കറുത്തച്ഛൻ്റെയോ വെളുത്തച്ഛൻ്റെ ഒക്കെ കാര്യം ചോദിച്ച് എന്നതായിരുന്നത്? ഓ അതോ, എടാ അവള് കാളിയന്തല കിഴക്കേലെയാ, കറുത്തച്ഛൻ ഊട്ടുന്നവര്. എന്ന് വെച്ച സംഗതി പഴയ കുടുംബക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാ. പുറമേന്ന് നോക്കുമ്പോൾ മിശിഹായോടും തിരുസഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവര്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളി വരും, ഒക്കത്തിൽ സംബന്ധിക്കും, പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടതെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. പക്ഷെ പുറത്ത് ആരും അറിയാതെ അവരുടെ കുടുംബങ്ങളിൽ ചില രഹസ്യ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങള്, വെച്ചാരാധനകള് ഒക്കെ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ളതാന്നേ. കാളിയന്തല കിഴക്ക്, പുത്തൻ ചേർപ്പാട്ട്, കുന്തക്കാലി, ഇങ്ങനെ ചില കുടുംബങ്ങളുണ്ട്. എന്തായാലും ഇവിടുന്നൊന്നും നമ്മുടെ വീടുകളിലോട്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചോണ്ട് വരാറുമില്ല, അങ്ങോട്ടോട്ട് കെട്ടിച്ചയക്കാറുമില്ല. അമ്മച്ചിയുടെ ഈ പഴംപുരാണത്തിൽ നിന്നാ എൻ്റെ മനസ്സിൽ സംശയങ്ങൾ പൊങ്ങിയതും സ്വസ്ഥതയില്ലാതായതും. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞതിൻ്റെ ഓത്തൻറ്റിസിറ്റി എത്രയാണെന്നറിയാൻ ഞാൻ വെറുതെ നെറ്റിലൊന്നും തപ്പി. അങ്ങനെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചില സൂചനകൾ അവിടെ ഇവിടെ കണ്ടു. തേവലക്കരയും ഉദയംപേരൂരും കുന്നംകുളത്തൊക്കെയായി ചെതറിക്കിടക്കുന്ന 10-40 കുടുംബക്കാരെ കുറിച്ചാണ് ഈ ആക്ഷേപം. പരസ്യമായി ദൈവജനമെന്ന് സ്വയം പറഞ്ഞ് നടക്കുമ്പോഴും കള്ളും പെണ്ണും പൊന്നും വെച്ച് രഹസ്യമായി ഏതോ ഇരുണ്ട ശക്തിക്ക് വിരുന്നൊരുക്കാറുണ്ട് ഇവർ. ആ ചടങ്ങിന് ഇവർക്കിടയിൽ തന്നെ പറയുന്ന പേരാണ് കറുത്തച്ഛനൂട്ട്. എൻ്റെ ചിന്ത പോയത് വേറൊരു വഴിക്കാണ്. അമ്മച്ചി പറഞ്ഞതും കഴിഞ്ഞ ദിവസം നീ പബ്ബിൽ കണ്ട കാഴ്ചയും CPRCയിൽ വെച്ച് ജെയ്സൺ പറഞ്ഞതൊക്കെ ചേർത്ത് വായിച്ചാൽ ഇളയിലേക്കുള്ള ലിങ്കാണോ ഈ ഡെയ്സി എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കാൻ എനിക്ക് സോളിഡ് ആയിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഇള കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് പള്ളിമുറ്റത്ത് വെച്ച് നടന്നൊരു സംഭവം. അറ്റ് ഗാർഡൻ സെന്റർ നായിക്കൂടെ ഡെയ്സി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റിന്റെ പൂർണ്ണ രൂപം എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്നും നേരെ ഉണ്ണിയും മറ്റും പോയ ഹൈപ്പർ മാർക്കറ്റ്. സംഭവം നടന്ന സ്ഥലം അല്ല. ഇതൊക്കെ എൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ് കേട്ടോ. അങ്ങനൊരു സംശയമുണ്ടേ നമുക്കത് തീർക്കണ്ടേ സിറിയാക്ക്? വേണം. പക്ഷെ എങ്ങനെ? അവളാണെ നാളെ നാട്ടിൽ പോകാനിരിക്കുക. അപ്പൊ ശരി, ചെക്ക് ഇൻ ചെയ്യുന്ന ഞാൻ വെയിറ്റ് ചെയ്യണോ? ഏയ് വേണ്ട, ഡ്യൂട്ടി ഉള്ളതല്ലേ. ഫിലിപ്പ് കേട്ടോ. എങ്കിൽ ശരി, ടേക്ക് കെയർ. ബൈ ബൈ ബൈ. സിറിയാക്ക്, എന്താ ചെറിയൊക്കെ എന്ത് പറ്റി? എന്നാ പറയാനാന്നേ, ഇവൻ ചെറിയൊരു സ്ട്രൈക്ക്. ഞാനത് സോൾവ് ചെയ്യായിരുന്നു. ഡാ നീ പോയി സ്റ്റാർട്ട് ചെയ്തേ. ഓ എനിക്ക് മേലെ ഇനി മണിക്കൂർ ഒന്നായി പരിപാടി തുടങ്ങിയിട്ട്. അറിയാവുന്ന ആരെയും വിളിച്ച് കാണിക്ക് സിറിയാക്കെ. ഡാ അത് ഫിലിപ്പേ, വെള്ളം ഉണ്ടോ നിങ്ങളുടെ വണ്ടിയിൽ? ദാഹിച്ചിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം.
വേണ്ട വേണ്ട, വെള്ളമൊക്കെ ഞാൻ എടുത്തോളാം. മാഷ് പറ്റി ഇവനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്ക്. ഓ, കുറെ നേരമായി. ഡ്രൈവർ സൈഡ് ഡോർ പാഡിലാണേ. ആ ഒന്ന് ട്രൈ ചെയ്തേ. കണ്ടില്ലയോ, ഐശ്വര്യമുള്ള മോൻ തൊട്ടപ്പോഴേക്കും സംഗതി റെഡിയായേ. ആ, ഇതെങ്ങനെ ഒപ്പിച്ചു? താങ്ക്സ് ഫിലിപ്പേ. ഇനി എനിക്ക് താൻ വിട്ടോ, അല്ലെ തൻ്റെ ഡ്യൂട്ടി മുടങ്ങും. അത് ശരിയാ, ഇപ്പൊ തന്നെ ലേറ്റാ. എങ്കിൽ ശരി, ബൈ. ഓക്കെ ബൈ. വണ്ടിയുടെ 30 മീറ്റർ ചുറ്റളവിൽ മാത്രമേ ആ മൊബൈൽ ഫോൺ ജാമർ എഫക്റ്റീവ് ആകൂ. അതുകൊണ്ട് അയാൾ ഓഫീസിലെത്തുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നിരിക്കണം. നീ പെട്ടെന്ന് വിട്ടോ, ബാക്കി ഞാൻ ഏറ്റു. ഇതുവഴി നേരെ പോയാൽ ബി റോഡിലേക്ക് ഒരു എക്സിറ്റ് കിട്ടും. ദൂരം കൂടുതലാണ്, പക്ഷേ സ്പീഡ് ക്യാമറാസ് ഇല്ല. ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തമ്മിൽ ഈഗോയും മറ്റു പിണക്കങ്ങളും സാധാരണ. പക്ഷെ ഞാനും ശ്വേതയും തമ്മിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവൾ എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തെ പോലെയായിരുന്നു. ക്വാളിഫിക്കേഷൻസിലും അക്കാഡമിക് ബ്രില്യൻസിലും ഞാൻ ശ്വേതയുടെ അടുത്തൊന്നുമല്ലായിരുന്നു. പക്ഷേ അച്ചീവ്മെന്റ്സിന്റെ കാര്യം വരുമ്പോൾ നേരെ മറിച്ചാവും എപ്പോഴും സംഭവിക്കുക. And as we close in on our last few sessions of this semester, it's time to announce our scholarship stipend awardee for the next two. Based on the overall performance of the current academic year, once again, ladies, it's Miss Daisy Philip Kuravila. Thank you. Congrats, Daisy. Thank you. Daisy, congrats. Thanks. Congrats. ശ്വേത, എനിക്കറിയാം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നീയാ ഇത് ഡിസേർവ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഡേസി. ബട്ട് ടു ബി ഓണസ്റ്റ്, ഈ സ്റ്റൈപ്പനെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഉണ്ണിയുടെ ജോലി പോയിരിക്കുക, അറിയാലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കിതൊരു വലിയ റിലീഫ് ആവുമായിരുന്നു. ശരിക്കും നീ ഭാഗ്യവതിയാ ഡേസി. നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട്. ശ്വേത, നിനക്ക് വേണോ ആ ഭാഗ്യം? എന്താ? അത് കിട്ടിയാൽ പിന്നെ നിനക്കും നേട്ടങ്ങളെ ഉണ്ടാവും. നീ ആഗ്രഹിക്കുന്ന ഒക്കെ നടക്കും. വേണോ? നീ എന്തൊക്കെയാ ഡേസി പറയുന്നത്? പുറത്താരോടും പറയില്ലെന്ന് നീ എന്നോട് പ്രോമിസ് ചെയ്ത് ഞാൻ നിന്നൊരിടം വരെ കൊണ്ടുപോകാം.
ഡെയ്സി, നമുക്ക് തിരിച്ചു പോവാം. എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? ഇത് നമ്മൾ സാധാരണ ചേർച്ചിൽ പോകുന്ന പോലെ ഉള്ളൂ. വാ. Come, we have to change. Now you look like one of us. In the name of Satan, the ruler of the earth, the king of the world, we command the forces of darkness to bestow their infernal power upon us. Grant us the indulgences of which we speak. By all the gods of the pit, we command that these things of which we speak shall come to pass. Open wide the gates of hell and come forth from the abyss to greet us as your siblings and friends. എന്തോന്നാ ഡെയ്സി ഇതൊക്കെ? കഷ്ടം. വെറുതെ കളിയാക്കാൻ നിൽക്കാതെ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചോദിക്കും. യാചിക്കുകയോ അപേക്ഷിക്കുകയോ അല്ല. Ask him and he will give it to you. Come forth and answer to your names by manifesting our desires. Now pray to him and ask him for your needs. പ്രൊഫസർ എഡ്വേർഡ് അല്ലേ അത്? He is a high priest. അങ്ങനെ സൊസൈറ്റിയുടെ ഹൈ പ്രൊഫൈലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന മിക്കവരും. അത് പക്ഷെ പുറത്താരും അറിയില്ലെന്നേ ഉള്ളൂ. അപ്പം നീ പറയുന്നത് ഇവിടെ വെച്ച് എന്ത് ചോദിച്ചാലും അത് കിട്ടും അല്ലേ? ഡെഫിനറ്റ്ലി. എങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ വേണം. ഞാൻ നൊന്ത് പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ. ചോദിക്കും. യു വിൽ ഗെറ്റ് ഇറ്റ്. ഒരിക്കലും പോസിബിൾ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഞങ്ങളുടെ വിശ്വാസങ്ങളെ പൊളിക്കാനുള്ള താല്പര്യം കൊണ്ടും ശ്വേത അന്നത് ചോദിച്ചു. എന്നാൽ അവിടെ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ അവളെന്നോട് വല്ലാതെ ചൂടായി. ഇത്തരം കിർക്കുകൾക്ക് ഇനി മേലിൽ വിളിച്ചേക്കരുതെന്ന് ഒരു വാർണിംഗും തന്നു. ഞാൻ പിന്നെയും മുടങ്ങാതെ വർഷിപ്പിന് പോകുമായിരുന്നു. പക്ഷെ പ്രൊഫസർ എഡ്വേർഡ് പലവട്ടം നിർബന്ധിച്ചിട്ട് പോലും ഒരിക്കൽ കൂടെ ശ്വേതയെ വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെയും 4-5 മാസങ്ങൾ കൂടെ കഴിഞ്ഞാണ് എന്നെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് ശ്വേത യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വെച്ച് അൺകോൺഷ്യസ് ആവുന്നതും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും ഒക്കെ. അത് ശരിക്കും എനിക്കൊരു പിടിവള്ളിയായിരുന്നു. കിട്ടിയ ഗിഫ്റ്റിന് നേരിട്ട് ചെന്ന് നന്ദി അറിയിക്കണമെന്നും അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ച് വീണ്ടും അവിടെ കൊണ്ടുപോയി. വിവരം അറിഞ്ഞ് പ്രൊഫസർ എഡ്വേർഡ് ശ്വേതയ്ക്ക് മുന്നിൽ വെച്ചത് ഒരു സ്ട്രേഞ്ച് കണ്ടീഷനാണ്. പിറന്നാളുടൻ കുഞ്ഞിനെ അവർക്ക് സമർപ്പിക്കണമെന്നും അവരുടെ രീതികൾക്കനുസരിച്ച് അതിനെ ബാപ്റ്റൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ശ്വേതയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അതൊന്നും പറ്റില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞു. ധിക്കരിച്ചാൽ ശിക്ഷ അതികഠിനമായിരിക്കുമെന്നും മറ്റും പറഞ്ഞ് അയാൾ അവളെ ത്രെറ്റൻ ചെയ്തു. കാര്യങ്ങൾ വഷളാവെന്ന് കണ്ട് ഞാൻ പ്രൊഫസറോട് നേരിട്ട് സംസാരിച്ചു. പക്ഷെ അപ്പോഴും അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും സുഖകരമായിരുന്നില്ല. എന്താ ഡേസി, അയാൾ എന്താ നിന്നോട് പറഞ്ഞേ? പറയാം, നീ കയറ്. നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ വന്നത്. ഇവർക്കൊന്നും ഈ ലോകത്തൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല ഡേസി.
നശിപ്പിക്കാനേ കഴിയൂ. അതാദ്യം മനസ്സിലാക്ക് നീ. ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നല്ലാതെ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊന്നും ഞങ്ങളെ ട്രീറ്റ് ചെയ്ത ഒരു ഡോക്ടറും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും 5 മാസം മുമ്പ് ഇവിടെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രഗ്നന്റ് ആയെന്ന്? ഡോണ്ട് യു സീ ഇറ്റ്? ഇറ്റ്സ് എ ട്രാപ്പ്. ശ്വേത, ഇതൊക്കെ ഞാനും സമ്മതിക്കുന്നു. പക്ഷെ നമ്മളിത് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നല്ലേ നല്ലത്. ഏതായാലും ഞാൻ പ്രൊഫസറോട് സംസാരിച്ചപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ടൊരു ഓപ്ഷൻ തന്നു. നിന്റെ കുഞ്ഞിനെ നിനക്കിഷ്ടമുള്ള പോലെ വളർത്താം, അവരതിൽ ഇടപെടില്ല. പക്ഷേ പകരം ഇളയെ അവർ കൊണ്ടുപോകും. എന്തിന്? വരാൻ പോകുന്ന ഏതൊരു പ്രത്യേക ദിവസത്തിൽ നടത്തേണ്ട ഒരു കർമ്മത്തിന് 10 വയസ്സിൽ താഴെയുള്ള ജൂത പെൺകുട്ടിയാണ് അവർക്ക് വേണ്ടത്. എപ്പോഴോ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഞാൻ പ്രൊഫസറോട് പറഞ്ഞിട്ടുണ്ട് പോലും, ഇള ഹാഫ് ജൂ ആണെന്ന്. അതുകൊണ്ട് ഡേസി, നീ എന്തൊക്കെയാ പറയുന്നേ? ശ്വേതേ, ഒരുപക്ഷെ വളരെ കുറച്ച് ദിവസത്തേക്കായിരിക്കും അവർക്ക് ഇളയെ വേണ്ടത്. അത് കഴിഞ്ഞാൽ അവളെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അത് പ്രൊഫസർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നീയായിട്ടൊന്നും ചെയ്യണ്ട ശ്വേത. തൽക്കാലം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതായിട്ട് അങ്ങ് ഭാവിച്ചേക്കുക. ശ്വേത, വേണ്ട, നീ പോണ്ട. ഞാൻ അയാളോട് സംസാരിച്ചോളാം. അല്ലടാ, നീ അങ്ങനെ അവിടെ ഒരുപാട് നേരം നിന്നാ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നില്ലേ? ഇതുവരെ ആർക്കും ഒരു സംശയമില്ല. ആക്സിഡന്റൽ ഡെത്ത് അതാണ് ഫൈൻഡിങ്. കുറഞ്ഞൊരു 4-5 ദിവസമെങ്കിലും അതങ്ങനെ തന്നെ നിൽക്കും. ആ 11 പേരിൽ ആരെങ്കിലും ഒരാൾ ഇന്നിവിടെ വന്നേ പറ്റൂ സിറിയാക്ക്. ഐ cannot afford this being a dead end. ബുക്കിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസ്കൃതത്തിൻ്റെ അത്ര പഴക്കമുള്ള എനോക്യൻ എന്ന ഭാഷ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കൊട്ടും ആശ്വാസം തരുന്ന കാര്യങ്ങളല്ല അതിലുള്ളത്. പ്രത്യേകിച്ചും ഹ്യൂമൻ സാക്രിഫൈസിങ്ങിനെ കുറിച്ച്. ക്രിസ്ത്യൻ മിഷനറിമാർ, പുരോഹിതന്മാർ, യഹൂദ വംശത്തിൽ ജനിച്ച പെൺകുട്ടികൾ, ഇവരെയൊക്കെയാണ് സാധാരണ ബലി കൊടുക്കാനായി തിരഞ്ഞെടുക്കുന്നത്. 4 വർഷത്തിലൊരിക്കലെങ്കിലും ഈ ചടങ്ങ് നടത്തിയിരിക്കണം. അതിനവർക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. അവരുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തിനു മുമ്പിൽ സാത്താൻ പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഏത് ദിവസം വേണേലും അവനെ സന്തോഷിപ്പിക്കാനായി അവർക്കിത് നടത്താം. ക്രിസ്മസ്, 40th ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, അങ്ങനെ ഏത് ദിവസം വേണേലും. അൺഫോർച്ചുനേറ്റ്ലി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു 40th ഫ്രൈഡേ. ഇല്ല, അന്നങ്ങനെ അരുതാത്തൊന്നും സംഭവിച്ച് കാണില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ആഡം, നാളെ കഴിഞ്ഞാൽ പെസഹയാ, പിറ്റേന്ന് ഗുഡ് ഫ്രൈഡേ, സൺഡേ ഈസ്റ്റർ. സോ
വി ആർ ഓൺ ദി എഡ്ജ്. ഇന്ന് ഞാൻ പ്രൊഫസർ എഡ്വേർഡിൻ്റെ വീട്ടിൽ ഒന്നുകൂടെ കയറും. നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. ആരുടെയെങ്കിലും പേരോ അഡ്രസ്സോ കോൺടാക്ട് ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും. ഇന്നത് വേണോ? റിസ്ക് അല്ലേ? ഞാനിനി എന്തിനാണ് സാറേ പേടിക്കേണ്ടത്? ലൈക്ക് യു സെഡ്, വി ആർ ഓൾറെഡി ഓൺ ദി എഡ്ജ്.